കൊച്ചിലോട്ടെ നമ്മൾ സാധാ ബോട്ടൽ ഉണ്ടാക്കിയേ ഇന്നൊരു വെറൈറ്റി പിടിച്ചാലോ. ഇന്നത്തെ ഇൻസ്പോ നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. അതിനായിട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുക്കുക, സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്യുക. കോർണർ ടു കോർണറും ഹൊറിസോണലായിട്ട് നമ്മളിങ്ങനെ മടക്കിയിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന ഒരു രൂപം ഇങ്ങനെ ആയിരിക്കും. നെക്സ്റ്റ് എല്ലാം നിങ്ങളുടെ കയ്യിലാണ്. വീഡിയോയിൽ കാണിക്കുന്ന എങ്ങനെയാണോ അങ്ങനെ തന്നെ നിങ്ങൾ ചെയ്യാം. അകത്തോട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്യുക, അപ്പോൾ ഒരു ട്രയാങ്കിൾ ഷേപ്പ് കിട്ടും. ഇൻസൈഡ് നോക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കാണുക. ട്രയാങ്കിളിൻ്റെ ടോപ്പ് കോർണർ ഹാഫ് താഴേക്ക് ഫോൾഡ് ചെയ്യുക. തന്നെ അത് ഓപ്പൺ ചെയ്തിട്ട് വീഡിയോയിൽ എങ്ങനെയാണ് കാണിക്കുന്നത് അതുപോലെ തന്നെ ഫോളോ ചെയ്യുക. വീഡിയോയിൽ ഞാനത് കണ്ടിട്ട് ഭയങ്കര ടഫായിട്ട് തോന്നുന്നു, പക്ഷേ ഞാൻ ചെയ്തപ്പം ഭയങ്കര എളുപ്പമായിരുന്നു. സോ ഗൈസ് ഡു ട്രൈ ഇറ്റ്, ഓക്കെ. ദെൻ ഓപ്പോസിറ്റ് സൈഡ് എടുക്കുക. ലോവർ ഹാഫ് ഫോൾഡ് ചെയ്തിട്ട് കോർണേഴ്സ് വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ബോത്ത് സൈഡ്സിലും സെയിം സ്റ്റെപ്പാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ചേച്ചി ഇതിലും സിമ്പിളായിട്ടുള്ള ബോട്ട് ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളൊരു കമൻറ്റ് ഞാൻ പ്രതീക്ഷിക്കുന്നു. ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? നമ്മുടെ അൾട്ടിമേറ്റ് ടീം ഒരു ഹൗസ് ബോട്ടല്ലേ. സോ ജസ്റ്റ് ഗോ ഓൺ. ദെൻ ഈ കോൺട്രയ്ക്ക് ഇങ്ങനെ മടക്കുക. ദെൻ നെക്സ്റ്റ് സൈഡ് എടുക്കുക. ഇതുപോലെ തന്നെ നമ്മൾ ഫോളോ ചെയ്യുക. ബോട്ടിൻ്റെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ഇങ്ങനെ അകത്തോട്ട് നമ്മൾ കയറ്റി വെച്ച് കൊടുക്കണം. എന്നിട്ട് അത് പേസ്റ്റ് ചെയ്താൽ അത് സെറ്റായി. ഇനിയാണ് കുറച്ച് ടാസ്ക് ഉള്ള പരിപാടി. ഈ കാണുന്ന സ്പേസിൽ നമ്മൾ ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്തിട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അത് പെയ്യെ ഇങ്ങനെ ഓപ്പണായി വന്നിട്ട് ഒരു ഹൗസ് ബോട്ട് പോലെയോ. സോ ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്കം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.